സുവിശേഷ തൽപരരായ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ലക്ഷണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആധികാരികമായ ഭാഗങ്ങളിലേക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ദൈവവചനവുമായി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നു. ഞങ്ങളോട് കർത്താവ് സംസാരിക്കണം. കേൾവിക്കാരായ എല്ലാ ജനത്തിൻ്റെയും ഹൃദയങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ആഴമേറിയ അറിവുകൾ, സ്നേഹം പകരണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ അതിപ്രധാനമായ പ്രഭാഷണങ്ങളിൽ ഒന്നാണ് ഒലിവുമലയിലുള്ള പ്രഭാഷണം. ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ തൻ്റെ ശിഷ്യന്മാർ തൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എപ്പോഴാണ് നിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുന്നത്? അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. യേശു കർത്താവ് അതിന് ആ അധ്യായത്തിൽ മുഴുവനും തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് വിവരിക്കുന്നത്. ഒരു ദൈവവചന പഠിതാവിന് ആ ഒരു അധ്യായം മുഴുവനും വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വേദഭാഗത്തിനകത്ത് യേശു കർത്താവ് അത്തിയുടെ തളിർപ്പ് അഥവാ യഹൂദൻ്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെയാണ് പ്രതിപാദിക്കുന്നത്. ഈ വിഷയം വേദപുസ്തകത്തിലും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് അല്പമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെട്ടവരായിരുന്നു യഹൂദ ജാതി അഥവാ ഇസ്രായേൽ ജനം. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ വിട്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ അവർ ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൽ നിന്നും അവർ അകന്നു മാറിയത് മുഖാന്തരമായി അവർ സ്വന്തം രാഷ്ട്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ദേശത്ത് നിന്ന് അവർക്ക് ചിതറിപ്പോകേണ്ടതായി ഇടവന്നു. യേശു കർത്താവ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരെക്കുറിച്ച് തൻ്റെ മരണത്തിനു മുമ്പേ ഒരു പ്രവചനം വാക്കുകളാൽ പറഞ്ഞതാണ് ഈ ഭാഗങ്ങൾ. യേശു കർത്താവിൻ്റെ മരണത്തിൻ്റെ മുഖ്യ പങ്കാളിത്തം വഹിച്ചവരാണ് യഹൂദന്മാർ. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കണമെന്നും യേശുക്രിസ്തുവിൻ്റെ മരണത്താലല്ലാതെ അടങ്ങത്തില്ല എന്നുമുള്ള പിടിവാശിയോടുകൂടെ യഹൂദന്മാർ എല്ലാവരും ചേർന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു, യേശുക്രിസ്തുവിനെ ക്രൂശിക്കണമെന്ന്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പല പ്രാവശ്യങ്ങളിൽ, പല കോടതികളിൽ, പല സന്ദർഭങ്ങളിൽ മാറി മാറി വിസ്തരിച്ചു നോക്കിയിട്ടും യാതൊരു കുറ്റവും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ വിട്ടയക്കാമെന്ന് അന്നത്തെ ന്യായാധിപനായിരുന്ന പീലാത്തോസ് പറഞ്ഞു. എന്നാൽ യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് അവർ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് യേശുക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, അങ്ങനെ യഹൂദന്മാർ ചിതറിപ്പോകും, സ്വന്തം രാഷ്ട്രങ്ങൾ അവർക്ക് നഷ്ടമാകും, എന്നാൽ അവർ വീണ്ടും മടങ്ങി വരുവാനിടയായി തീരും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതാണ് യേശുക്രിസ്തു പറഞ്ഞത് അത്തിയുടെ തളിർപ്പ് അഥവാ യഹൂദന്മാരുടെ മടങ്ങി വരവ്. യഹൂദന്മാർ ചിതറിപ്പോകുവാനിടയായി തീർന്നത് AD
138 AD 138 ഖണ്ഡാറിയൻ ചക്രവർത്തി യഹൂദന്മാരുടെ നേരെ പീഡനം അഴിച്ചുവിടുവാനിടയായി. AD 138 ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തു നിന്ന് പല രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോകുവാനിടയായി. ചിതറിപ്പോയവരിൽ നമ്മുടെ കൊച്ചു കേരളമായ കേരളത്തിലും കൊച്ചി എന്ന പട്ടണത്തിലും വന്ന് യഹൂദന്മാർ പാർക്കുവാനിടയായി. ഫോർട്ട് കൊച്ചിയിൽ അവരിന്നും താമസിക്കുന്നത് നമുക്കറിയാം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ചിതറിപ്പോയ യഹൂദന്മാർ മടങ്ങി വരും. ചിതറിപ്പോയ യഹൂദന്മാർ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമാണ് മുൻപോട്ട് പിന്നീട് അവർ യാത്ര തുടങ്ങിയത്. AD 138 മുതൽ 1948 വരെ ചിതറിപ്പോയ യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാനിടയായി. ആ കാലഘട്ടത്തിലാണ് യഹൂദന്മാരെ മുഴുവനും ഒരുമിച്ച് കൊന്നൊടുക്കും എന്ന വാശിയോടെ ലോകം കണ്ടതിലെ ഏറ്റവും ഭീകരനായ ചക്രവർത്തിയായ ഹിറ്റ്ലർ എഴുന്നേൽക്കുന്നത്. യഹൂദന്മാരെ മുഴുവനും ഹിറ്റ്ലർ കൊന്നൊടുക്കുവാൻ വേണ്ടി അവർക്ക് നേരെ പാഞ്ഞെടുക്കുവാനിടയായി. ടാങ്കറുകളിലും ഗുഹകളിലും ജനത്തിന് തിങ്ങിപ്പാർക്കത്തക്ക നിലയിലുള്ള ഡോമട്രികളിലും യഹൂദന്മാരെ കുത്തി നിറച്ച് വിഷവാതകങ്ങൾ കടത്തിവിട്ട് യഹൂദന്മാരെ കൊന്നൊടുക്കുവാനിടയായി. പല സന്ദർഭങ്ങളിൽ യഹൂദ സ്ത്രീകളെ ഹിറ്റ്ലറുടെ പട്ടാളക്കാർ ശാരീരികമായി ഉപയോഗിക്കുവാനിടയായി. ഭക്ഷണങ്ങൾ കൊടുക്കാതെ കൊടും ദാരിദ്ര്യത്തിൽ വലഞ്ഞ് അനേക യഹൂദന്മാർ മരിക്കുവാനിടയായി. പലരും തങ്ങളുടെ മരണത്തെ, തങ്ങളുടെ സഹപാഠികളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്ര ഏടുകളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്നാൽ ഹിറ്റ്ലറെ പോലെയുള്ള രാജാക്കന്മാർ, ചക്രവർത്തിമാർ എഴുന്നേറ്റിട്ടും യേശു കർത്താവിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ മടങ്ങി വരുമെന്ന് ഉള്ള വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ ഇടയായി. 1897 സ്ഥാപിതമായ സിയോൺ സംഘവും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പരിണത ഫലമായും യഹൂദന്മാർക്ക് തങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മളുടെ കൊച്ചു കേരളമായ ഫോർട്ട് കൊച്ചിയിൽ നിന്നും യഹൂദന്മാർ മടങ്ങി പോകുവാനിടയായി. ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ ഇന്ന് തങ്ങളുടെ രാജ്യത്ത് വന്ന് താമസിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇനിയും അനേക പ്രിയപ്പെട്ടവർ, അനേക യഹൂദന്മാർ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, യഹൂദന്മാർ എല്ലാവരും മടങ്ങി വരുമ്പോൾ എൻ്റെ പ്രത്യക്ഷതയും ഉണ്ടാകും. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു. യഹൂദന്മാരെല്ലാവരും മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാർ മടങ്ങി വരിക മാത്രമല്ല, അവരുടെ ആരാധനാലയം ഇസ്രായേലിൽ അവർ സ്ഥാപിതമാക്കുവാനിടയാകും. ദൈവത്തെ അവർ ആരാധിക്കുവാനിടയാകും. ആ സമയത്ത് യേശു കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമെന്ന് യേശു കർത്താവ് തന്നെ പറയുവാനിടയായി. ഞങ്ങളെ ശ്രവിക്കുന്നതായ മാന്യശ്രോതാവേ, യേശു കർത്താവിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ എല്ലാവരും തങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ രാജ്യസ്ഥാപനത്തിനായി അവർ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ പ്രത്യാശയോടെയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ നിങ്ങൾ നോക്കി പാർക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിശ്ചയമായും നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും നിങ്ങൾ വ്യക്തമാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ യഹൂദന്മാരുടെ മടങ്ങിവരവ് അഥവാ അത്തിയുടെ തളിർപ്പ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രാരംഭ ലക്ഷണമാണ് എങ്കിൽ, എത്രയും വേഗം അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു.
ഇനിയും താമസമില്ല, എത്രയും വേഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുവാനിടയായി തീരും. ഇനിയും നമ്മുടെ കൊച്ചു കേരളത്തിൽ, കൊച്ചിയിൽ നിന്ന് മടങ്ങി ചെല്ലുവാൻ യഹൂദനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൽ ഒരു യഹൂദനെങ്കിലും ഉണ്ടെങ്കിൽ, ആ വ്യക്തി മടങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. അത് എപ്പോൾ സംഭവിക്കും, എപ്പോൾ എല്ലാവരും മടങ്ങിയെത്തും എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ ഈ പ്രസംഗം താങ്കൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം അവരെല്ലാവരും യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് വരുവാനിടയായിത്തീരും. മാന്യശ്രോതാവേ, കർത്താവ് വന്നാൽ ഈ രക്ഷാപദ്ധതിയുടെ വാതിൽ അടയപ്പെടുവാനിടയാകും. താങ്കൾ കൈവിടപ്പെട്ടു പോകുവാനിടയായിത്തീരും. അതിനു മുമ്പേ താങ്കളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. മറ്റൊരുത്തിനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നിത്യരക്ഷയെ ഉറപ്പാക്കുക. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.